ഞാൻ ഡോക്ടർ സിസ്റ്റർ സെനി, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, നിർമ്മല ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നു. ഗ്രീക്കിൽ ഞണ്ട് അഥവാ ക്രാബ് എന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ക്യാൻസർ അഥവാ അർബുദം എന്ന പദം ഉത്ഭവിക്കുന്നത്. ഭൂരിഭാഗം ക്യാൻസറുകളും ജീവിതശൈലിയെ ആശ്രയിച്ചിരിക്കുന്നു. പുകയില, പുകവലി, മദ്യപാനം, ഭക്ഷണപാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ എന്നിവയും മാതാപിതാക്കളിൽ നിന്നും മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ജനിതകമാറ്റം സംഭവിച്ച ജീനുകളുടെ സാന്നിധ്യവുമാണ് പ്രധാനമായും ക്യാൻസറിന് കാരണമാകുന്നത്. ക്യാൻസർ ഏത് അവയവത്തെ ബാധിച്ചിരിക്കുന്നു എന്നതിനനുസരിച്ച് ശരീരം രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു. ശരീരത്തിൽ അങ്ങിങ്ങായുള്ള മുഴകൾ, മുഴകളിലുള്ള അസാമാന്യമായ വളർച്ച, വിട്ടുമാറാത്ത ചുമ, രക്തം കലർന്ന കഫം, ദഹനക്കേട്, വിശപ്പില്ലായ്മ, വയറുവേദന, രക്തം ഛർദ്ദിക്കൽ, മലത്തിലുള്ള രക്തത്തിൻ്റെ സാന്നിധ്യം ഇവയും ആർത്തവത്തിലെ ക്രമക്കേടുകൾ, തുടരെയുള്ള ആർത്തവം അഥവാ നിർത്താതെയുള്ള ആർത്തവം എന്നിവയും ശരീരത്തിൽ അങ്ങിങ്ങായുള്ള വേദന, പ്രത്യേകിച്ച് എല്ലുകളിലുള്ള വേദന ഇവയും രോഗലക്ഷണങ്ങളിൽ പെടുന്നു. ഇത്തരം രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ സമീപിക്കേണ്ടതും ഫലപ്രദമായ സ്കാനിങ് വഴിയോ അഥവാ മുഴകളുടെ ബയോപ്സി, FNAC വഴിയോ രോഗനിർണയം നടത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തൽ, വ്യായാമം എന്നിവ വഴി ക്യാൻസറിനെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനാകും. സർജറി, മെഡിക്കൽ ഓൺകോളജി, റേഡിയേഷൻ ഓൺകോളജി, പാലിയേറ്റീവ് കെയർ എന്നീ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരുടെ കൂട്ടായ പ്രവർത്തനം ക്യാൻസർ ഡിറ്റക്ഷനും പ്രതിരോധത്തിനും അതുപോലെ തന്നെ ചികിത്സാ സംവിധാനങ്ങൾക്കും ഇന്ന് ഏറെ സഹായകരമാണ്. ഇന്ന് ക്യാൻസർ രംഗത്തുള്ള ചികിത്സാ രീതികൾ സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, പാലിയേറ്റീവ് കെയർ എന്നിവയാണ്. മാനവരാശി ഭയത്തോടെ സമീപിക്കുന്ന ക്യാൻസർ എന്ന രോഗത്തെ സംയോജിതമായ രോഗനിർണയവും ചികിത്സാരീതിയും വഴി നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാം. നന്ദി.